ഹായ്, എല്ലാവർക്കും 4K ഫിലിം എന്റർടൈൻമെന്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഒരു ഇൻഡോറിൽ വെക്കുന്ന ഒരു ചെറിയൊരു ഫ്ലവർ വൈസ് ആണ്. നമ്മുടെ ഓഫീസ് റൂമിലും നമ്മുടെ ബെഡ്റൂമിലും ഒക്കെ വെക്കുന്ന അടിപൊളി ഒരു ഫ്ലവർ വൈസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോണക്കുള്ള 2 ഡിസ്പോസിബിൾ ഗ്ലാസ് വേണം, പിന്നെ ഒരു സെല്ലോ ടേപ്പ് വേണം, പിന്നെ നമ്മുടെ പശ ഫെവിക്കോൾ ഇതിപ്പോ എടുത്തേക്കുന്നത്. അതിന്റെ കൂട്ട് നമുക്ക് കുറച്ച് വൈറ്റ് സിമെന്റ് വേണം, പിന്നെ നമ്മുടെ തേപ്പ് കരണ്ടിയും വേണം. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോകളും ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫ്ലവർ വൈസ് ഉണ്ടാക്കാനെ കൊണ്ട് നമുക്ക് 2 ഡിസ്പോസിബിൾ ഗ്ലാസ് വേണം. ഇതേപോണക്കുള്ള 2 ഡിസ്പോസിബിൾ ഗ്ലാസ്. ഇതിപ്പോൾ പേപ്പർ ഗ്ലാസ് ആണ്, പ്ലാസ്റ്റിക് ഗ്ലാസ് വേണമെങ്കിലും യൂസ് ചെയ്യാം നമുക്ക്. ആദ്യത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പോസിബിൾ ഗ്ലാസ് ഇതേപോണക്കും ഇങ്ങനെ ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ചിട്ട് നമുക്ക് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കാം. അപ്പം നമ്മുടെ ഈ ഗ്ലാസ് നമ്മൾ ഇതേപോണക്കും ചേർത്ത് ഇങ്ങനെ ഒട്ടിക്കാം. അപ്പം ശ്രദ്ധിച്ചൊട്ടിച്ചാൽ മതി, ഗ്ലാസ് പല്ലാക്കണ്ട. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചേർത്ത് ഒട്ടിച്ചെടുക്കുക. ഒട്ടിച്ചെടുത്ത അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പേപ്പർ കട്ട് ചെയ്യണം. ചെറിയതായിട്ട് പേപ്പർ കട്ട് ചെയ്തിട്ട് പശയിൽ മുക്കി ഇതിൽ തേച്ച് ഒട്ടിച്ച് പിടിപ്പിക്കണം. ഈ ഗ്ലാസ്സിൽ മൊത്തത്തിൽ ഒട്ടിച്ച് പിടിപ്പിക്കണം. അപ്പം നമ്മുടെ ഫ്ലവർ വേസിന്റെ കപ്പ്, അതായത് ഡിസ്പോസിബിൾ കപ്പ് തങ്ങളിൽ നമ്മൾ ജോയിൻ ചെയ്ത് ഇതേപോലെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു കാര്യം ആദ്യമേ പറയാൻ മറന്നുപോയി. നമുക്കൊരു കുറച്ച് പേപ്പർ വേണം. ഇതിപ്പോ ന്യൂസ് പേപ്പർ ആയാലും എന്തായാലും മതി. ഇതിപ്പോ ഞാൻ എടുത്തേക്കുന്നത് കഴിഞ്ഞൊരു മനോരമയാണ്, പഴയ മനോരമയാണ്. അപ്പൊ നമുക്ക് ഇത് ഒന്ന് ചതുരത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഒരു കുറച്ച് പീസ് വേണം, ഒരു 100 പീസ് ചതുരത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ ചതുരത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് ഒരളവ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ശ്രദ്ധിച്ചോണം, കൈയൊന്നും കട്ടാവരുത്. നല്ല രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനെ കൊണ്ട്. എന്നിട്ട് നമുക്കിത് ഇച്ചിരി അത്യാവശ്യം വലിയ രീതിയിൽ കട്ട് ചെയ്തോ. അപ്പം നമ്മുടെ പേപ്പർ ഞാൻ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചതുരത്തിൽ കട്ട് ചെയ്തെടുത്തേക്കുക. അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ് മറന്നുപോയെന്ന് ഈ പേപ്പർ കട്ട് ചെയ്യുന്ന കാര്യം. അപ്പോൾ നമ്മൾ ഈ പേപ്പർ ഇങ്ങനെ ചതുരത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഫെവിക്കോൾ ഉണ്ടല്ലോ, ഫെവിക്കോൾ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഈ പേപ്പർ കട്ടിങ്സ് മുക്കി ഇതിൽ ഒട്ടിച്ചു പിടിപ്പിക്കണം. അപ്പോൾ നമുക്ക് ഈ ഫെവിക്കോൾ കുറച്ച് വെള്ളത്തിൽ കലക്കാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഉണക്കും ഇതിനകത്ത് മൊത്തത്തിൽ പറ്റും ഈ പേപ്പറിനകത്ത്. എന്നിട്ട് നമുക്ക് ഇത് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു പിടിപ്പിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ ഡിസ്പോസിബിൾ ഗ്ലാസ്സിന് കട്ടി കുറവായിരിക്കും. അപ്പം ഇത് ഒട്ടിച്ചു പിടിപ്പിക്കുമ്പോൾ നല്ല കട്ടി കാണും. അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തകർന്നൊന്നും പോകത്തില്ല. അപ്പോൾ മാത്രമല്ല നമ്മുടെ വൈറ്റ് സിമെൻറ്റ് പുരട്ടാനും നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യമേ നമുക്ക് കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. അതിനുശേഷം നമ്മുടെ ഫെവിക്കോളാണ് ഇതിപ്പം എടുത്തേക്കുന്നത്. ഫെവിക്കോൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി ഏറെ എടുത്തോ, നല്ല രീതിയിൽ കലങ്ങണം ഇത്. അപ്പോൾ നമ്മുടെ ഫെവിക്കോൾ കുറച്ച് ഒഴിച്ചു കൊടുത്തു. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കണം. നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളവും ഫെവിക്കോളും ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ എടുക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പേപ്പർ ഇതിനകത്തോട്ടിട്ട് മുക്കിയെടുക്കണം. നമുക്ക് കുറച്ച് പേപ്പർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് നല്ലോണമൊക്കെ ഒന്ന് മുക്കണം. കണ്ടോ, നല്ലോണമൊക്കെ മുക്കണം. കയ്യെ പശ പറ്റും. അപ്പോൾ നല്ലോണം മുക്കിയെടുത്തിട്ട് നമ്മുടെ ഇതിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് ഓരോന്നെടുത്ത് ഒട്ടിച്ചാൽ മതി. വലിയ സ്പീഡൊന്നും ചെയ്ത് കുളമാക്കണ്ട, കുറച്ച് ഒട്ടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഡിസ്പോസിബിൾ ഗ്ലാസ് നമ്മൾ ചേർത്ത് ഒട്ടിച്ച് അതിൻ്റെ പുറത്ത് നമ്മൾ
പശയ്ക്കകത്ത് മുക്കിയ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഉണക്കിയെടുക്കണം. ഒരു മണിക്കൂർ കൊണ്ട് ഇത് ഉണങ്ങിയിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഉണക്കിയെടുക്കാം. അതിനുശേഷം നമ്മുടെ വൈറ്റ് സിമെൻറ്റ് കലക്കിയിട്ട് ഇതിനകത്ത് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നമുക്കിത് ഉണങ്ങാൻ വെക്കാം. 1 മണിക്കൂർ ടൈം മിനിമം വെക്കണം. ഹായ്, അപ്പം നമ്മുടെ ഫ്ലവർ വേസ് നല്ല രീതിയിൽ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് സിമെൻറ്റ് എടുത്തിട്ട് നല്ലോണം ഒന്ന് കുറുക്കി ഇതിൽ തേച്ച് പിടിപ്പിക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ഉണങ്ങാൻ വെക്കണം. അപ്പോൾ നമ്മുടെ വൈറ്റ് സിമെൻറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഇളക്കണം. ഒരുപാട് ലൂസാക്കണ്ട. എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് കുഴച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റ് സിമെൻറ്റ് ഇതിനകത്തോട്ട് നല്ല രീതി തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ആദ്യമേ കുറച്ച് നല്ലോണം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തേച്ച് വെച്ചാൽ മതി. ഹായ്, അപ്പോൾ നമ്മുടെ ഫ്ലവർ വേസിനകത്ത് നമ്മളപ്പം വൈറ്റ് സിമെൻറ്റ് തേച്ച് നല്ല രീതിയിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഉണങ്ങി വരാനെ കൊണ്ട് ഒരു 2 മണിക്കൂർ എടുക്കും. ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്കിതിനകത്തൊന്ന് ജസ്റ്റ് സാൻഡ് പേപ്പർ ഇട്ട് പിടിച്ചൊരു ഷേപ്പൊക്കെ ആക്കിയിട്ട് നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. പെയിൻറ്റ് ചെയ്യുന്നത് നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിന് പെയിൻറ്റ് ചെയ്യാം, നല്ല വർക്കൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്ത് അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് ഉണങ്ങട്ടെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫ്ലവർ വേസ് നല്ല സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നല്ല ഒരു റെഡ് കളർ പെയിൻ്റാണ്, നമ്മൾ എക്സോട്ടിക്ക റെഡാണ് നമ്മൾ അടിച്ചേക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ പെയിൻറ്റ് നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്നു. മാത്രമല്ല എനിക്ക് തോന്നി ഈ വൈറ്റിനെക്കാട്ടിലും കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് ഇൻഡോറിൽ വെക്കാനുള്ളതായതുകൊണ്ട് റെഡ് ആയിരിക്കും നല്ലതെന്ന് തോന്നി. അപ്പോൾ നിങ്ങളും ഈ ഫ്ലവർ വേസ് ഉണ്ടാക്കി വെക്കുക. നമുക്ക് 2 രൂപയുടെ കേസേ ഉള്ളൂ. 2 ഗ്ലാസ് പേപ്പർ ഗ്ലാസ് ആണ് എടുത്തത്. പിന്നെ ഇച്ചിരി വൈറ്റ് സിമെൻറ്റും ഇച്ചിരി പെയിൻറ്റും എല്ലാം കൂടി ഒരു മാക്സിമം പോയ ഒരു 20 റുപ്പീസ്, 20 റുപ്പീസിനും താഴെ ആവത്തേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഫ്ലവർ വേസ് ഉണ്ടാക്കിയെടുക്കാൻ. നമുക്ക് ഇൻഡോറിൽ നമ്മുടെ ബെഡ്റൂമിലും ഓഫീസ് റൂമിലും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഈ ഫ്ലവർ വേസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഫ്ലവർ വേസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ ബൈ.